ആര് തന്നെ കടാരവുമായിട്ട് തന്റെ മുമ്പിലേക്ക് കടന്നു വന്നാലും അല്ലാഹുവേ അവർക്ക് മുമ്പിൽ നേർക്ക് നേരെ പൊരുതാൻ കഴിയുന്ന ധൈര്യം കടന്നു വരുന്നത് എങ്ങനെയാ? എന്റെ പ്രിയമുള്ളവരെ, അത് അല്ലാഹുവേ ഈ ഹൃദയത്തിനകത്ത് റസൂലുള്ളാഹിനോട് സ്നേഹം കൊടുത്ത, ഹൃദയത്തിനകത്ത് അല്ലാഹുവിനോടുള്ള സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അല്ലാഹു തൂക്കുകയറിൽ കിടക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, അതാ അവിടുന്ന് ശത്രുക്കൾ കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഹുബൈബേ നീ മുഹമ്മദിനെ ഒന്ന് തള്ളി പറയുമോ? മുഹമ്മദിനെ ഒന്ന് കുറ്റപ്പെടുത്തുമോ? മുഹമ്മദിനെ ഒന്ന് തള്ളി പറയുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, പെണ്ണിനെ തരാ, നിനക്ക് അധികാരം തരാ, സമ്പത്ത് തരാ, ഈ ദുനിയാവിൽ നീ എന്ത് ചോദിക്കുന്നുവോ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വെക്കാമല്ലോ. ആ മുഹമ്മദിനെ നീ ഒന്ന് തള്ളി പറയണേ, ആ മുഹമ്മദിനെ നീ ഒന്ന് കുറ്റപ്പെടുത്തണേ. പടച്ചറപ്പേ, ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. ഹുബൈബ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാ, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും എന്റെ കൈവെള്ളയിലേക്ക് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു മുള്ള് തിറക്കുന്നത് പോലും എന്റെ ജീവിതത്തിലോ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമില്ലെന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല പറയുകയാണ്. പടച്ചറപ്പേ, യാസിർ തങ്ങളെ സുമയ്യ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവേ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ മണൽ തരിയിലൂടെ ഇട്ടിട്ട് വലിച്ചിട്ട് കത്തിച്ചിട്ട് പോലും പടച്ചറപ്പേ അല്ലാഹുവെ കൈവിട്ടില്ലല്ലോ, അല്ലാഹുവെ മറന്നിട്ടില്ലല്ലോ, അല്ലാഹ് എന്ന ചിന്ത ഹൃദയത്തിൽ നിന്ന് അവർ കളഞ്ഞിട്ടില്ലല്ലോ, അല്ലാഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ ബോധം ഹൃദയത്തിൽ നിന്ന് കളഞ്ഞിട്ടില്ലല്ലോ. ആ ബോധത്തിലേക്ക് നമ്മളെ മക്കൾ വരണ്ടേ വാപ്പാ? ആ ബോധത്തിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബവും വരണ്ടയോ? അതിനേറ്റവും നന്മ എന്തെന്നറിയോ? അതിന്റെ നമ്മൾ തന്നെ ആദ്യം നന്നാകലാണല്ലോ. ഹൃദയത്തിൽ അല്ലാഹനെ കൊണ്ടുവരണേ, ജീവിതത്തിൽ അല്ലാഹനെ കൊണ്ടുവരണേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ, ആ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ. നമ്മുടെ കൈ പിന്നെ അല്ലാഹയാ, നമ്മുടെ ചിന്ത പിന്നെ അല്ലാഹയാണ്, നമ്മുടെ എല്ലാം പിന്നെ അല്ലാഹയാണല്ലോ. അതാണ് പറയുന്നത്, അതാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അല്ലാഹനെ കൈവിടല്ലേ. ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാകും, നമ്മുടെ ഭാര്യ നന്നാകും, നമ്മുടെ കുടുംബം നന്നായി. പിന്നെ നമ്മൾ പേടിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാര്യയുടെ, എല്ലാവരുടെയും ഉത്തരവാദിത്വം അത് നമ്മുടെ കയ്യിലാണല്ലോ, അത് നമ്മുടെ കയ്യിലാ. അതുകൊണ്ടാണ് തലവ ഉസ്താദ് അവിടുന്ന് പാടിയതോ, തലവ ഉസ്താദ് മഹാനവർ അവിടുന്ന് പാടുകയാണ്, മക്കൾക്ക് വാപ്പയിൽ നിന്ന് ഹക്കുകളുണ്ട്, അത് വാജിബും സുന്നത്തുമായി കിടപ്പുണ്ട്. നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ, അതുപോലെ ഭാര്യ മക്കളെയും കാക്കണേ. ഖുർആൻ ശരീഫിൽ ഇത് നോക്കിയാൽ കാണുന്നതാ, അല്ലാഹു തന്നെ വിളിച്ചതിൽ പറയുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, മക്കളുടെ പേരിൽ വാപ്പാക്ക് വല്ലാത്ത ഹക്കുണ്ടല്ലോ, വല്ലാത്ത ബാധ്യതയുണ്ടോ. മക്കൾ വഴിപിഴച്ചു പോകുന്നതിന്റെ കാരണം മാതാപിതാക്കളോ, മക്കൾ നന്മകൾ ചെയ്യുന്നതിന്റെ കാരണവും മാതാപിതാക്കളാണല്ലോ. നമ്മൾ നന്മയാണ് ചെറുപ്പം മുതൽക്ക് കാണിച്ചു കൊടുക്കുന്നതെങ്കിലോ നമ്മുടെ മക്കൾ നമ്മുടെ വിളിപ്പുറത്ത് വരും. നമ്മൾ വിളിക്കുന്നിടത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കടന്നു വരുമല്ലോ. നമ്മൾ അല്ലാഹുവേ അശ്രദ്ധ കാണിച്ചാ
അല്ലാഹുവേ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അശ്രദ്ധ കാണുകയാണോ? നരകത്തെ നിങ്ങൾ സ്വന്തമായിട്ട് സൂക്ഷിക്കണേ. അള്ളാന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അതുപോലെ നിങ്ങളുടെ ഭാര്യ മക്കളെ കാക്കണേ. അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ. അവർക്ക് നീ ആ നരകത്തെ തൊട്ടുള്ള കാവൽ നീ കവചം നീ തീർക്കണേ. അല്ലാഹുവേ ആ നരകത്തിൽ കടക്കാൻ അവരും പാടില്ല. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട്, നിന്റെ അശ്രദ്ധ കൊണ്ട് നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നരകത്തിൽ കടക്കാൻ പാടില്ല. അതിന്റെ ഉത്തരവാദിത്വം പിതാവിനാണ്, അതിന്റെ ഉത്തരവാദിത്വം പിതാവിനാണ്. ഖുർആൻ ശരീഫിൽ ഇത് നോക്കിയാൽ കാണുന്നതാ, അല്ലാഹു തന്നെ വിളിച്ചതിൽ പറയുന്നതാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാമല്ലോ, ഇത് അള്ളാഹ് നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? വാപ്പാ നിനക്ക് ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ, അത് സുന്നത്തുണ്ട് വാജിബുണ്ട്, നീ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നരകത്തെ നിങ്ങൾ സ്വന്തമായിട്ട് സൂക്ഷിക്കണേ. അതേപോലെ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മറ്റുള്ളവർ, ഇവരെയും നീ സൂക്ഷിക്കണമെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാ. പടച്ചറബ്ബേ, അത് മക്കളല്ലേ, അത് ഭാര്യയല്ലേ, ഞാൻ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മക്കളുടെയും ഭാര്യയുടെയും യഥാർത്ഥ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പിതാക്കന്മാരില്ല. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയാം. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നോക്കേണ്ടത് നീയാണ്, നിന്റെ മക്കളെ നോക്കേണ്ടതും നീയാണ്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് നിന്നിലാണ് എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ.